ഹായ് ഗൈസ്, അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് ക്ഷേത്രത്തിൽ പോവുകയാണ്. അങ്ങനെ കുറേ നാളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതെന്താന്ന്. ഞാൻ ബാംഗ്ലൂരായിരുന്നു, വന്നിട്ട് 2.5 മാസമായി. പക്ഷെ ഇതുവരെ ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ ഒന്നിനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാനും അമ്മയും കൂടി ഒന്ന് ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ മെയിൻ എൻട്രൻസിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ഈ ഏരിയ കണ്ടിട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിലെത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടുത്തെ ദേവനെ ഭയങ്കര വിശ്വാസം കേട്ടോ, ഭയങ്കര ശക്തിയാണ് ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ദേവന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേർച്ചയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള നേർച്ചകളിലൊന്നാണ് മുറുക്കാനും അതുപോലെ തന്നെ കള്ള്. വേറെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ കയറിയതിന് ശേഷം കണ്ട ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കണിക്കൊന്ന പൂത്തു നിൽക്കുന്നത് രാത്രിയായിരുന്നു. അപ്പോഴത്തേക്ക് ദീപാരാധനയൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാർക്കറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ആ മാർക്കറ്റിൽ നമ്മുടെ ഒരു ധീര ജവാന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, ഒരു മണ്ഡപം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ജ്യൂസ് കടയിൽ കയറി. വേറെ ജ്യൂസൊന്നും ഇല്ലായിരുന്നു, ഒരു ജ്യൂസും വാങ്ങിച്ച് കുടിച്ചു. മായയുടെ ഒരു ജ്യൂസ് വാങ്ങിച്ച് കുടിച്ചു വീട്ടിലേക്ക് പോകുന്നു. അപ്പം നമ്മളങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്.